വോക്സ്വാൻ പോളോ ആണ് പ്രാക്ടീസിന് കിട്ടിയിരിക്കുന്നത്. സ്ഥലം എറണാകുളമാണ്. നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോണ ഒരു ബോക്സ് പാർക്കിംഗ് എങ്ങനെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പം അതിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു തിരക്കുള്ള വഴിയാണെന്ന് ചോദിച്ചാൽ തിരക്കുള്ള വഴിയാണ്, തിരക്കില്ലാത്ത വഴിയാണെന്ന് ചോദിച്ചാൽ തിരക്കില്ലാത്ത വഴിയാണ്. ഈ സൈഡിലോട്ടൊരു റോഡ് കിടപ്പുണ്ട്. ആ റോഡിലോട്ടാണ് നമ്മൾ ഈ വാഹനം കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ വോക്സ്വാഗൻ്റെ വണ്ടിയാണ്, പോളോ ആണ് വണ്ടി. അപ്പോൾ മാക്സിമം നമ്മൾ റിവേഴ്സാണ് വരുന്നത്. റിവേഴ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വാഹനം പാസ് ചെയ്ത് പോയല്ലോ. അപ്പോൾ നമ്മൾ വരുന്നത് ലെഫ്റ്റിലോട്ട് തിരിച്ച് ലെഫ്റ്റ് വീല് ബാക്കിലെ വീല് ചേർന്നാണ് വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് റോഡിലോട്ട് വരും. ഫ്രണ്ട് റോഡിലോട്ട് വരുമ്പം ശരിക്കും ഇത് നേരത്തെ പാസ് ചെയ്ത പോലെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ബാക്ക് നോക്കുന്നത് പോലെ തന്നെ ഫ്രണ്ടും കൂടെ നോക്കണം. അപ്പോൾ ഇതിനകത്ത് കമൻറ്റ് നെഗറ്റീവ് ഒരുപാട് വരും. വോക്സ്വാഗൻ്റെ വണ്ടിയല്ല, ഇത് മാരുതിയുടെ ബെലോനാണെന്ന് പറഞ്ഞ്. ശരിക്കും മാരുതിയുടെ വണ്ടി തന്നെയാണ്. അപ്പോൾ വീഡിയോക്ക് ഒരു റീച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ആദ്യം അങ്ങനെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ വീഡിയോ ഫുള്ള് കാണാതെ തന്നെ പറയും, അയ്യോ ഇത് മാരുതിയുടെ ബെലോനാണെന്ന്. ഫുള്ള് കാണുക, ഇത് മാരുതിയുടെ ബെലോന തന്നെയാണ് വണ്ടി. ഇത് ഇവിടെ ഒരു റിവേഴ്സ് പാർക്കിംഗ് പ്രാക്ടീസ് കൊടുക്കുകയാണ്. എറണാകുളത്തായിരുന്നു പ്രാക്ടീസ് കൊടുത്തത്. അപ്പോൾ മാക്സിമം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തിരിഞ്ഞ് വണ്ടിയുടെ ഫ്രണ്ട് ലെവലിൽ വന്നപ്പോൾ തന്നെ നമ്മൾ 2 റൗണ്ട് നേരെയാക്കി നേരെ പുറന്നോട്ട് തന്നെ ഇറക്കിയിട്ട്. അപ്പോൾ താങ്ക് യു.